ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷെമി. ഇത് നമ്മുടെ PSC ചാനലാണ്. PSC പഠിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതിൽ ഞാൻ PSC ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സുകളും, അതായത് നമ്മൾ ബേസ് തൊട്ട് അപ്പർ ലെവൽ വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുത്തിരിക്കുക. ഇപ്പം ഞാൻ സ്പെഷ്യലി ഏത് ക്ലാസ് ആണെന്ന് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. കാരണം നമുക്ക് ആദ്യം ബേസ് ഒന്ന് പഠിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ എക്സാമിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സിലബസ് അനുസരിച്ച് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ബേസ് എന്ന് പറയുമ്പോൾ SCRT ടെസ്റ്റുകളാണ് മെയിൻലി നമുക്ക് പഠിച്ചെടുക്കേണ്ടത്. അതായത് 5 മുതൽ 10ാം ക്ലാസ് വരെയെങ്കിലും, +2 വരെ ആണെങ്കിലും നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ് മുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നത് SCRT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാമും വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. മെയിൻലി SCRT ടെസ്റ്റുകൾ എന്ന് പറയുന്നത്, ഇപ്പം NCERT ഉണ്ട്. നമുക്ക് ആദ്യം SCRT കംപ്ലീറ്റ് ചെയ്യാം, അതിനുശേഷം NCERT തുടങ്ങാം കേട്ടോ. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണല്ലോ നോക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു പോസ്റ്റിൽ പോകുന്നതിന് മുന്നേ തന്നെ, അതായത് ആ ഒരു പോസ്റ്റിന്റെ സിലബസ് പഠിക്കുന്നവരുണ്ടാകും. നമുക്ക് അവർ പഠിക്കുന്നത് മാറ്റി വെക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഏതാണ് SCRT എന്നുള്ള ഈ ഒരു സെക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ലക്ഷ്യയുടെ തന്നെ സ്കൂൾ ടൈം എന്ന് പറയുന്ന അവരുടെ 4 വോളിയം ടെസ്റ്റുകളുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചെടുക്കാനാണ് നോക്കുന്നത്. ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും സയൻസ് സെക്ഷൻ ആയാലും അവരുടെ 4 വോളിയംസ് ഉണ്ട്. അത് 4 സ്കൂൾ ടൈം എന്ന് പറയുന്ന അവരുടെ SCRT ടെസ്റ്റാണ്. അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അവരുടെ ആ ഒരു SCRT ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ PDF മറ്റു കാര്യങ്ങളൊന്നും ഞാൻ തരില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പഠിപ്പിച്ചു തരാനേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ നോട്ട്സിൻ്റെ കാര്യമൊന്നും എനിക്കത് ഇതെനിക്ക് ഒരു PDF ആക്കി എടുക്കാനൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം മെയിൻലി നിങ്ങൾക്ക് ടെസ്റ്റ് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്യയുടെ സ്കൂൾ ടൈം ടെസ്റ്റാണ്. അത് 4 വോളിയം ഉണ്ടല്ലോ. അത് വാങ്ങിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഭാഗം നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്കൂൾ ടെസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് SCRT ഭാഗം തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിലെ സ്കൂൾ ടൈമിൽ നമുക്ക് ഹിസ്റ്ററി മുതൽ തുടങ്ങാം. ഹിസ്റ്ററി ചരിത്രമായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. അപ്പം എല്ലാവരും ഈ ടെസ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നുള്ളവരെങ്കിൽ ടെസ്റ്റ് വാങ്ങുക. അത് വാങ്ങിക്കുമ്പോൾ ഞാനത് ഫോളോ ചെയ്ത് തന്നെ പഠിപ്പിക്കാം കേട്ടോ. അത് ക്ലാസ് 5 മുതൽ 10th വരെ എല്ലാം ഉണ്ട്. അതായത് ലോക ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, കേരള ചരിത്രം, 3 സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻലി 3 ചരിത്രങ്ങളും നന്നായിട്ട്, അതായത് ലോകവും ഇന്ത്യ, കേരള, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. അപ്പം ഇത് ക്ലാസ് ടെസ്റ്റിൽ, അതായത് SCRTയിൽ അവർ തിരിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കേരള ചരിത്രം മുതൽ തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഏറ്റവും നല്ലത്. കേരള ചരിത്രം എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 9 മധ്യകാല കേരളം, അതാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഇൻട്രോ എല്ലാ വീഡിയോയിലും കാണത്തില്ല. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പം ഇനിയുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ മാത്രമേ പറയുള്ളൂ. കാരണം കൂടുതൽ സമയം നമുക്കവിടെ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഉള്ളവർ ഇതെടുക്കുക. സ്കൂൾ ടൈമിലെ ക്ലാസ് റൂം പാർട്ട് 3യിലെ ചരിത്രമാണ് കേട്ടോ. അതിൽ പേജ് നമ്പർ 395 അപ്പം ചാപ്റ്റർ 9 മധ്യകാല കേരളം. മധ്യകാല കേരളത്തെക്കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കാനുള്ളത്. 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം കേരള ഹിസ്റ്ററിയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ്. മധ്യകാലഘട്ടം എന്ന് പറയുമ്പം 9ാം നൂറ്റാണ്ട് മുതൽ അതുപോലെ 18ാം നൂറ്റാണ്ട് വരെയാണ് ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം കേരള ചരിത്രത്തിന്റെ മധ്യകാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണെന്ന് പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുമല്ലോ. 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ് ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതൽ അറിവ് നമുക്ക് കിട്ടിയത് ഇത് ചെപ്പേടുകൾ എന്ന് പറയുന്ന ആ രേഖകളിൽ നിന്നാണ് നമുക്ക് മധ്യകാല കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായത്. ഇനി എന്താണ് ചെപ്പേടുകൾ? അതും താഴെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത് ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു എന്താണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് 9 മുതൽ 18 വരെയാണ്. പിന്നെ നമുക്ക് ഈ മധ്യകാലഘട്ടത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവ് തന്നിരുന്നത് ഈ ചെപ്പേടുകൾ വഴിയാണ്. പിന്നെ എന്താണ് ചെപ്പേടുകൾ എന്ന് പറഞ്ഞാൽ ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുത്തിരുന്ന അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? നാടുവാഴികൾ, അതുപോലെ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും. ആർക്കൊക്കെയാണ്? നാടുവാഴികൾ, ക്ഷേത്രങ്ങൾക്കും അതുപോലെ കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുത്തിരുന്ന ഒരു അധികാര രേഖകളാണ് ഈ ചെപ്പേടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ തരിസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ചെപ്പേടുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇതിന്റെ റാങ്ക് ഫയലൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്കത് പഠിച്ചു പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 5ാം ക്ലാസ്സിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കടുത്ത നെക്സ്റ്റ് പേജ് നോക്കാം എന്താണെന്ന്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് അതിനെയാണ് ജൂതശാസനം കേട്ടോ. അപ്പം എന്താണ് ജൂതശാസനം എന്ന് പറഞ്ഞാൽ മഹോദയപുരം ആസ്ഥാനമാക്കി, മഹോദയപുരം എന്ന് പറയുന്ന ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അതിനെ ആസ്ഥാനമാക്കിയിട്ട് മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശത്തിന് അതിനെ പറയുന്നതാണ് ജൂതശാസനം എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ജൂതവർത്തക പ്രമാണിയായ ജോസഫ് റബ്ബാന് മുയിർക്കോട്ട് ചില അവകാശങ്ങൾ വിട്ടുകൊടുത്തത് രേഖപ്പെടുത്തുന്ന രേഖയാണ് ജൂതശാസനം എന്ന് പറയുന്നത്. ഇതൊക്കെ കുറച്ച് ടോപ്പ് ലെവലിലോട്ട് പോകുന്നതാണ് കേട്ടോ. ഇത് ഈ ഒരു ടെസ്റ്റിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഏകദേശം കുറേ കാര്യങ്ങൾ ഈ ഭാഗം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു അറിവ് തന്നെ കിട്ടിയിരിക്കും കേട്ടോ. അപ്പം ജൂതവർത്തക പ്രമാണിയായ ജോസഫ് റബ്ബാന് മുയിരിക്കോട്ട് ചില അവകാശങ്ങൾ വിട്ടുകൊടുത്ത് രേഖപ്പെടുത്തുന്ന രേഖയാണ് ജൂതശാസനം എന്ന് പറയുന്നത്. ഇനി ജൂതശാസനം എഴുതിയിരിക്കുന്ന ലിപി ഏതെന്ന് ചോദിച്ചാൽ അത് വട്ടെഴുത്ത് ലിപിയാണ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ജൂതശാസനം എഴുതിയിരിക്കുന്ന ലിപി ഏതാണ്? അത് വട്ടെഴുത്ത് ലിപിയാണ്. സിറിയൻ ക്രിസ്ത്യൻ നേതാവും തരിസാപ്പള്ളി സ്ഥാപകനുമായ മാർസാപ്പിർ ഈശോവിനെ കൊല്ലത്തെ പട്ടണത്തിൽ അധിവാസ കൂട്ടായ്മയുടെയും കച്ചവടത്തിന്റെയും അവിടുത്തെ കുടികളുടെയും നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തതിനെ രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ് തരിസാപ്പള്ളി ശാസ്ത്രം. അപ്പൊ എന്താണ് തരിസാപ്പള്ളി ശാസ്ത്രം എന്ന് ചോദിച്ചാൽ അതായത് സിറിയൻ ക്രിസ്ത്യൻ നേതാവും തരിസാപ്പള്ളി സ്ഥാപകനുമായ മാർസാപ്പിർ ഈശോവിനെ കേട്ടോ. അപ്പം ഈ മാർസാപ്പിർ ഈശോയും സിറിയൻ ക്രിസ്ത്യൻ നേതാവുമായ കൊല്ലത്തെ പട്ടണത്തിൽ കൂട്ടായ്മയുടെയും കച്ചവടത്തിന്റെയും അവിടുത്തെ കുടികളുടെയും നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു രേഖപ്പെടുത്തുന്ന ഒരു ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇതിനെ ഡീറ്റെയിൽ ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് പെരുമാൾ വാഴ്ചക്കാലമാണ്. പെരുമാൾ വാഴ്ചക്കാലം എന്താണെന്ന് നമുക്ക് നോക്കാം. C 9ാം നൂറ്റാണ്ടോടുകൂടി മഹോദയപുരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരാണ് കേട്ടോ. മഹോദയപുരം കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മഹോദയപുരം എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രത്തെ ഭരിച്ചിരുന്ന രാജാക്കന്മാരെയാണ് എന്താണ് പറയുന്നത്? പെരുമാക്കൾ എന്ന് പറയുന്നത്. C 9ാം നൂറ്റാണ്ടിലാണ്. കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് മൂവേന്തന്മാരാണ് കേട്ടോ. മൂവേന്തന്മാർ എന്ന് പറയുന്നതാണ് ചോള, ചേര, പാണ്ഡ്യർ. അവർ മൂന്നൂരാണ് മൂവേന്തന്മാർ എന്ന് പറയുന്നത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളും അറിയപ്പെട്ടിരുന്നത് മഹോദയപുരം എന്ന പേരിലാണ്. അപ്പൊ ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതുപോലെ സമീപ പ്രദേശങ്ങളൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? മഹോദയപുരമാണ്. അപ്പോൾ ഈ ഒരു മഹോദയപുരം കേന്ദ്രമാക്കി ഭരണം നടത്തിയവരെയാണ് പെരുമാക്കൾ എന്ന് പറയുന്നത്. അത് C 9ാം നൂറ്റാണ്ടിലാണ്. ഇനി മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ നിന്നത് C 9ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. C 9ാം നൂറ്റാണ്ടിലാണ് മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നത്.
ഇനി ഇവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നതാണ് പെരുമാക്കൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതാണ് പെരുമാക്കന്മാർ കേട്ടോ. ചേരൻ, അതുപോലെ ചേരമാൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നവരെയാണ് പെരുമാക്കൻ എന്ന് പറയുന്നത്. പിന്നെ ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിച്ച് ക്ഷേത്ര കേന്ദ്രീകൃതമായ ഗ്രാമജീവിതത്തെ ചിട്ടപ്പെടുത്തിയും ബ്രാഹ്മണ ജന്മിത്വം ഇക്കാലത്ത് രൂപം കൊണ്ടു. ബ്രാഹ്മണർ പിന്തുണച്ച പെരുമാക്കന്മാർ കേരളത്തിൽ അധികാര ശക്തിയെ നിലനിന്നത് ക്രിസ്തു വർഷമായ 9 മുതൽ 12 നൂറ്റാണ്ട് വരെയാണ് കേട്ടോ. അപ്പൊ ഇത് കുഴപ്പമില്ല, ഈ ഒരു ലാസ്റ്റ് ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ബാക്കി ഈ പെരുമാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ പെരുമാൾ വാഴ്ചക്കാലം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. 9-ാം നൂറ്റാണ്ടോടുകൂടി മഹോദയപുരം കേന്ദ്രം ഭരിച്ചിരുന്ന ആ രാജാക്കന്മാരെയാണ് ഈ പെരുമാക്കൾ എന്ന് പറയുന്നത്. പിന്നെ മൂവേന്ദന്മാരാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. ചോളൻ, ചേരൻ, അതുപോലെ പാണ്ഡ്യർ, ഇവർ 3 പേരാണ്. കൊടുങ്ങല്ലൂരാണ് അന്നത്തെ മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്ന ആ ഒരു പ്രദേശം. പിന്നെ ഇവിടെ മറ്റു ഇമ്പോർട്ടൻ്റ് വേറൊന്നുമില്ല. പിന്നെ ഇവര് കുലശേഖരൻ എന്നുള്ള സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. അപ്പൊ അത്രയും ഉള്ളൂ അതിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഇനി പെരുമാൾ കാലത്തെ നാടുകളെ കുറിച്ചാണ്. പെരുമാൾ കാലത്തെ നാടുകളെ കുറിച്ച് പറയുന്നത്, ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കൾമാരുടെ കീഴിലായിരുന്നു. പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നത് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയായിരുന്നു. അപ്പം എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയാണ് ഈ ഒരു പെരുമാൾ ഭരണം വ്യാപിച്ച് കിടന്നത്. അപ്പം ചിലപ്പോൾ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ PSC ഏത് രീതിയിൽ ചോദിക്കുന്നു. അപ്പം വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയായിരുന്നു ഇതിന്റെ പെരുമാൾ ഭരണം. ഇനി പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി. കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയന്മാരായി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സവിശേഷതകൾ. ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. പിന്നെ ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. അന്നൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക ഭയങ്കര ഇതായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അധികാര കേന്ദ്രങ്ങളായിട്ട് വികസിച്ചു. ഇനി കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഈ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം അന്ന് കർഷകർക്കല്ല, ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയന്മാരായി. ഓക്കെ. അപ്പൊ ഇത്രയും ആണ് എന്റെ പോയിന്റ്സ്. ഇനി ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകളും ഉണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നതാണ് നാടുവാഴികൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഇത്രയും മതി. ഇത്രയും ഭാഗം നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചെടുക്കുക. കാരണം ബാക്കി എല്ലാം കൂടെ എടുത്ത ഹിസ്റ്ററിയാണ്, നമ്മുടെ തലയിൽ അങ്ങനെ ഇരിക്കത്തില്ല. അപ്പൊ നമുക്ക് കുറേശ്ശെ വിധം പഠിച്ചു പോകും കേട്ടോ. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ പോകുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ചെപ്പേടുകൾ എന്താണെന്ന് പഠിച്ചു അല്ലേ. പിന്നെ ഏത് കാലഘട്ടമാണ് എന്നുള്ളത് പഠിച്ചു. പിന്നെ പെരുമാൾ വാഴ്ച കാലത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പെരുമാൾ കാലത്തെ നാടുകളെക്കുറിച്ചും നാടുവാഴികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് നാടുവാഴി സ്വരൂപങ്ങൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഒരു എന്താ പറയുന്നത്, കുറച്ച് നല്ല രീതിയിൽ ഇതൊന്നും പഠിച്ചെടുത്തതിന് ശേഷം അത് എടുത്തു. അപ്പൊ എന്താ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയും പോലെ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഷെയർ ചെയ്യുക ചെയ്യുക. പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇത്രയും ഭാഗം പഠിപ്പിച്ചില്ലേ, അപ്പൊ ടെസ്റ്റ് ഉള്ളവർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ പഠിച്ച ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. PSC ഏത് രീതിയിൽ ചോദിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ ഇപ്പൊ പഠിപ്പിച്ച ഈ ഭാഗത്ത് നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്യണം. ആൻസർ എഴുതണം.
കാരണം അത് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചു പോകാം, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ നമുക്കത് പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പം 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് വിടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് അത് മറക്കരുത്. പിന്നെ ടെക്സ്റ്റ് ഇല്ലാത്തവർ അത് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ്സുകൾ നന്നായിട്ട് കേട്ടാലും മതി. ക്ലാസ് തന്നെ ഒട്ടുമിക്ക ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മുടെ പഠിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ചവറ് വർത്തമാനമൊന്നും അതിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.